ഓണായി നമ്മുടെ റിമോട്ടിന് ചെറുതായിട്ടൊരു ലാഗ് ഉണ്ട്. അപ്പോൾ സംഭവം ഇപ്പോൾ ഓണായിട്ടുണ്ട്. അപ്പോൾ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ 𝙑𝙞 ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ സ്ലൈസ് കാർഡ്, ലേസി പേ കാർഡ്, അഥവാ നമുക്കിപ്പോൾ റീസെൻ്റ്ലി നമുക്ക് കുറേ പേ ലെറ്റർ കാർഡ്, ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ നമ്മുടെ തന്നെ ഒരു മാസം മുമ്പ് നമ്മളൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. നമ്മുടെ RBIയുടെ പുതിയ റൂൾ അനുസരിച്ച് നമ്മുടെ പേ ലെറ്റർ കാർഡുകളൊക്കെ ബാൻ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾക്ക് എല്ലാവരും ആ ന്യൂസ് നിങ്ങളെല്ലാവരും കേട്ടിട്ടായിരിക്കും. എന്ന് വെച്ചാൽ RBI പുതിയൊരു റൂൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഇതിനെക്കുറിച്ചൊരു ലിമിറ്റേഷൻസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേറ്റ് പോലെയാണ് നമ്മളിപ്പോൾ ഒന്ന് പറയാൻ പോകുന്നത്. ആക്ച്വലി ഇതൊരു ഒഫീഷ്യൽ അപ്ഡേറ്റ് അല്ല, പക്ഷേ ഇത് ആക്ച്വലി നമ്മുടെ ഒരു എന്താ പറയുക എല്ലാത്തിൻ്റെയും ഒരു നമ്മളിപ്പോൾ എന്താ കറക്റ്റ് വേർഡ് ഇടുന്നില്ല, എന്തായാലും നമ്മൾ പറഞ്ഞു തരാം. അപ്പോൾ ലേസി പേ കാർഡും അതുപോലെ തന്നെ സ്ലൈസ് കാർഡും ആക്ച്വലി ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് സെക്ഷനിലേക്ക് മാറാൻ പോകുന്നത് ആക്ച്വലി ഒരു റൂമർ സംഭവം കേട്ടിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്കറിയായിരിക്കും സ്ലൈസ് കാർഡും ലേസി കാർഡും അതുപോലെ തന്നെ പോസ്റ്റ് പേ കാർഡും ഇതൊക്കെ ഒരു എന്താ പറയുക ഒരു പേ ലെറ്റർ കാർഡായിരുന്നു. അത് PPT ആയിരുന്നു, ഒരു ക്രെഡിറ്റ് ലൈൻ ആയിരുന്നു. അപ്പോൾ അതിനാണ് ആക്ച്വലി ഇപ്പോൾ RBI പുതിയ ഒരു റൂളും അല്ലെങ്കിൽ ലിമിറ്റേഷൻസോ ബാനോ കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് അറിയായിരിക്കും, ഈ സ്ലൈസ് കാർഡ് സംഭവങ്ങളൊക്കെ ഒരു പുതിയ കമ്പനിയാണ്. പോരാത്തിന് ആക്ച്വലി ഇതിലേക്ക് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ട് വന്നിട്ടുള്ള കുറേ കമ്പനീസാണ്. അപ്പോൾ ഒരു കമ്പനീസ് അല്ല, 2 കമ്പനീസ് അല്ല, ഇഷ്ടം പോലെ PPT അഥവാ പേ ലെറ്റർ കമ്പനീസ് ഇഷ്ടം പോലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ആക്ച്വലി ഫുള്ളായിട്ട് ബാൻ ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ RBI ബാൻ ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി ഇന്ത്യൻ്റെ ഒരു ഇക്കോണമീനെ ശരിക്കും ബാധിക്കും. അതുപോലെ പോരാ തന്നെ ഇന്ത്യൻ ഇക്കോണമി കുറച്ച് അടിയിട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ബാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ആക്ച്വലി ഒന്നും കൂടിയും ബാങ്കിങ് സെക്ഷനും കാര്യങ്ങളൊക്കെ ബാധിക്കും. പോരാത്തിന് ഇത് അങ്ങനെ എത്ര പെട്ടെന്ന് ഫുള്ളി ബാൻ ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഒരു 10 കോടിയുടെ മുകളിൽ ആൾക്കാർ ഓൾറെഡി ഇതിൻ്റെ കസ്റ്റമേഴ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ പെട്ടെന്ന് ഇത് എടുത്ത് കളയാനും പറ്റില്ല. അപ്പോൾ നമ്മളോട് കുറച്ച് പേര് ചോദിച്ച ഒരു സംശയമാണ്. ഇപ്പോൾ ഞാൻ പോസ്റ്റ് പേ കാർഡും സ്ലൈസ് കാർഡൊക്കെ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അതിൽ നമ്മൾ കുറേ ഡ്യൂ ഉണ്ട്, കാശ് അടയ്ക്കാണ്ട് തിരിച്ച്. ഇത് ഫുള്ളി ബാൻ ചെയ്യാൻ നമുക്ക് ഇനി ക്യാഷ് അടയ്ക്കേണ്ടോ എന്നിങ്ങനെ കുറേ പേര് നമ്മളോട് ചോദിച്ചിരുന്നു. പക്ഷേ അങ്ങനെ പറ്റില്ല. എന്തായാലും ഓൾറെഡി ഇത് ഫുള്ളി ഒന്നാമത് ബാൻ ആവില്ല. പിന്നെ നിങ്ങൾക്ക് ഇത് നമുക്ക് ഡ്യൂ എമൗണ്ട് ഉള്ളത് നിങ്ങൾ എന്തായാലും അടയ്ക്കേണ്ടി വരും. അത് ഇപ്പോൾ പിന്നെ പോരാത്തന്നെ RBIയുടെ ബാൻ എന്ന് പറയുന്നത് ആക്ച്വലി കമ്പനീനെ എല്ലാം ബാൻ ചെയ്തേക്കുന്നത്, ഈ ഒരു ക്രെഡിറ്റ് ലൈൻ ഫെസിലിറ്റിനെ ബാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ കാശൊക്കെ നമുക്ക് തിരിച്ചടക്കാൻ വരും, അത് വേറെ കാര്യമായിട്ടാണ്. അതിന് മുമ്പ് നമ്മുടെ ചാനൽ പുതിയ വന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ആക്കാൻ മറക്കണ്ട. എന്തെങ്കിലും സംശയം എൻ്റെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട, നമ്മൾ എല്ലാ കമൻറ്റും റിപ്ലൈ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ Instagram ഫേസ്ബുക്കും ഫോളോ ചെയ്യാൻ മറക്കണ്ട. നമ്മുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ചെക്കൗട്ട് ചെയ്യാൻ മറക്കണ്ട, ക്ലിക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കണ്ട കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ Amazonൽ നമ്മൾ പേജ് തുടങ്ങിയിട്ടുണ്ടാകും, നിങ്ങൾക്ക് ഇവിടെ URL കാണുന്നതായിരിക്കും. അപ്പോൾ ഒരു വെബ്സൈറ്റ് പോലെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും Amazon പർച്ചേസിങ് കുറച്ച് എളുപ്പമാക്കാനുള്ള വെബ്സൈറ്റ് തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫോളോ ചെയ്ത് നോക്കാൻ മറക്കണ്ട, ഷോപ്പ് ചെയ്ത് നോക്കാൻ മറക്കണ്ട, നമ്മുടെ ചാനൽ സപ്പോർട്ടാണ്, നോക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇപ്പോൾ ഞാൻ ആക്ച്വലി അതിന് റൂമർ കേട്ടണമെന്ന് വെച്ചാൽ ഈ പേ ലെറ്റർ കാർഡുകളൊക്കെ ഒരു ക്രെഡിറ്റ് കാർഡ് ശരിക്കും നോർമൽ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ഉണ്ടല്ലോ, അതിലേക്ക് മാറാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. എന്താ വെച്ചാൽ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒറ്റയ്ക്ക് ഇത് ഫുള്ളി ബാൻ ആക്കാൻ പറ്റില്ല. അപ്പോൾ അത് ആക്ച്വലി ഇന്ത്യൻ എക്കോണമിനെ ബാധിക്കും. അപ്പം ഇത് ആക്ച്വലി ഇപ്പോൾ റൂമേഴ്സ് കേട്ട് തുടങ്ങിയത് നമ്മൾ ആക്ച്വലി സ്ലൈസ് കാർഡിനെ ലേസി കാർഡിനെ കുറിച്ചാണ്. അപ്പോൾ ലേസി കാർഡ് എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം കുറച്ച് കാലമായിട്ടുള്ള കമ്പനീസാണ്. ഒരു 5-6 കൊല്ലമായിട്ട് അവർ ആക്ച്വലി ഈ സംഭവത്തിലുണ്ട്, പേ ലെറ്റർ സംഭവത്തിലുണ്ട്. അപ്പോൾ കുറച്ച് ഓൾഡ് കമ്പനിയാണ്. ഇപ്പോൾ സ്ലൈസ് ആണെങ്കിൽ കുറച്ച് പുതിയതാണ്. പക്ഷേ ഇവർ ആക്ച്വലി NBFC അല്ലെങ്കിൽ ഒരു ബാങ്കിങ് പാർട്ട്ണർ വെച്ചിട്ട് ഒരു ക്രെഡിറ്റ് കാർഡ് കൊടുക്കാനുള്ളൊരു എന്താ പറയുക ഒരു തീരുമാനം ഉണ്ടെന്നോ ആക്ച്വലി ഒരു എന്താ പറയുക ഡിസ്കഷൻ കാര്യങ്ങളൊക്കെ ഓൺ ഗോയിങ് ആണെന്ന് പറഞ്ഞാൽ നമ്മൾ ആക്ച്വലി ഒരു റൂമർ കേട്ടണം. അതായത് എനിക്ക് തോന്നുന്നത് ഒരു 80% 90% ഒരു കൺഫേം തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. വെച്ചാൽ പിന്നെ അപ്പോൾ ഞാൻ ആക്ച്വലി നമ്മളിപ്പോൾ ഈ വീഡിയോ എടുക്കാനുള്ള കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ആക്ച്വലി എല്ലാവരും ലേസി പേ കാർഡും അതുപോലെ എല്ലാ പേ ലെറ്റർ കാർഡ് ആയിക്കോട്ടെ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ ആക്ച്വലി ഇപ്പോൾ ഈ RBIയുടെ റൂൾ ഇറങ്ങിയ സ്ഥിതിക്ക് കുറേ പേര് ഇത് ക്ലോസ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ പറയാം ആക്ച്വലി നിങ്ങളിത് എടുത്തത് ആക്ച്വലി കുറച്ച് കാലം ഉപയോഗിക്കുന്നതാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ആക്ച്വലി ക്ലോസ് ചെയ്യാണ്ടിരിക്കുകയായിരിക്കും നല്ലതെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ ഒരു അപ്ഗ്രേഡ് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി അവരുടെ യൂസേഴ്സിൽ ഉള്ളവർക്കായിരിക്കും ഒരു ഫസ്റ്റ് പ്രയോറിറ്റി കിട്ടുക. അപ്പോൾ അത് ക്രെഡിറ്റ് കാർഡായിട്ട് മാറ്റി കിട്ടാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. ഇത് ഒഫീഷ്യൽ കാര്യങ്ങളൊന്നുമല്ല, പക്ഷേ ചാൻസ് ഭയങ്കര കൂടുതലുണ്ട്. അപ്പോൾ അത് അങ്ങനെ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ ആക്ച്വലി ഞാനിപ്പോൾ നമ്മളിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് കാരണം എന്താ വെച്ചാൽ കുറേ പേര് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ക്ലോസ് ചെയ്യട്ടെ, അത് എന്തായാലും ബാൻ ആയി പോകില്ല. അപ്പോൾ ഒന്നാമത്തെ റീസൺ ഇത് ആക്ച്വലി പെട്ടെന്നൊന്നും ബാൻ ആവില്ല. ഇപ്പോൾ ഓൾറെഡി ഒരു 6 month ഒക്കെ പോസ്റ്റ്പോൺ ആയിട്ടുണ്ട്. അതും ഇനിയും 1 year ഒക്കെ ആവാനുള്ള ഭയങ്കര ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇത് ആക്ച്വലി ഇങ്ങനെ ഒരു ക്രെഡിറ്റ് കാർഡ് ഫെസിലിറ്റി അപ്ഗ്രേഡ് ഫെസിലിറ്റി ഇവർ
ഇതെന്തായാലും ഇവർ അടച്ചു പൂട്ടി പോകാൻ ചാൻസ് ഇല്ല. വെച്ചാൽ ആക്ച്വലി നല്ലോണം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികളാണ് അതൊക്കെ. അപ്പോൾ ഇത് എല്ലാം ഒരു ക്ലോസ് ഡൗൺ ചെയ്തപ്പോൾ നല്ലൊരു ചാൻസും ഇല്ല. അപ്പോൾ മോസ്റ്റ്ലി എല്ലാം ഒരു ക്രെഡിറ്റ് കാർഡ് ഫെസിലിറ്റിയിലേക്കും മാറാനാണ് ചാൻസ്. അതും സ്ലൈസും ലേസി പേ കാർഡിൻ്റെ ന്യൂസാണ് ഞാൻ ആക്ച്വലി റൂമർ പോലെ ഇപ്പോൾ കേട്ടത് കേട്ടോ. അപ്പോൾ അത് ഇവർ മാത്രമല്ല പോസ്റ്റ് പേ കാർഡിന് ആവാം, അതുപോലെ തന്നെ ഇപ്പോൾ ബാക്കിയുള്ള BNPL എല്ലാത്തിനും ആവാം, യൂണിക്കാർഡിനും എല്ലാത്തിനും ഇത് ബാധകമാണ്. എന്ന് വെച്ചാൽ ഇവരെല്ലാം ഇത് പൂട്ടി പോവില്ല. പ്രത്യേകിച്ച് സ്ലൈസ് കാർഡും യൂണിക്കാർഡും പോസ്റ്റ് പേ കാർഡൊക്കെ എന്ന് പറയുന്നത്, പോസ്റ്റ് പേ പിന്നെ അത്യാവശ്യം നമ്മുടെ ഭാരത് പേൻ്റെ വലിയൊരു കമ്പനിയുടെ ഒരു ഭാഗമാണെന്ന് വിചാരിക്കാം. ബാക്കി രണ്ടെണ്ണം ഒരു പുതിയ കമ്പനിയാണ്. അപ്പോൾ ഇത്ര ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇത്ര പൊട്ടി ഇറക്കി പറ്റി പോകാൻ ചാൻസ് ഭയങ്കര കുറവാണ്. അതും അങ്ങനെ ഒരു പെട്ടെന്നുള്ളൊരു RBIൻ്റെ സംഭവം വരില്ല എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വെച്ചാൽ അതൊരു ഇക്കോണമീനെ ശരിക്കും ബാധിക്കും. അപ്പോൾ ഞാൻ ആക്ച്വലി നമ്മൾ ഉദ്ദേശിച്ചത് പെട്ടെന്ന് ക്ലോസ് ചെയ്ത് ആരും പോകേണ്ട, പൈലറ്റ് കാർഡ് ഉണ്ടെങ്കിൽ. പിന്നെ പോരാത്തതിന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന് ഡ്യൂ ഒക്കെ കറക്റ്റായിട്ട് തന്നെ അടിച്ച് പോകണം. എന്താ വെച്ചാൽ ഇത് ഇപ്പോൾ ആക്ച്വലി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പുതിയ കാർഡുകൾ ഒരു 95% ആൾക്കാർക്കും കൊടുക്കാണ്ടായിട്ടുണ്ട് ഇവരൊക്കെ. പക്ഷേ പഴയ കാർഡ് നോർമലായിട്ട് വർക്കിംഗ് ആണ്. അപ്പോൾ ഡ്യൂ ഉണ്ടെങ്കിൽ ഡ്യൂ അടയ്ക്കുന്നുണ്ട്, അത് വേറെ കാര്യം. അപ്പോൾ ഇത് ഫുള്ളി എന്താ പറയുക ബാൻഡോ അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്തിട്ടൊന്നും ഇല്ല. അപ്പോൾ അതാണ് നമ്മൾ ആക്ച്വലി ഉദ്ദേശിക്കുന്നത്. ഇത് അങ്ങനെ ഇല്ല, സ്റ്റോപ്പ് ചെയ്യാനൊക്കെ ഭയങ്കര ചാൻസ്, ഒരു 98% സ്റ്റോപ്പ് ചെയ്യാണ്ടിരിക്കാനാണ് ചാൻസ്. അപ്പോൾ 2% ചാൻസ് ഉള്ളൂ. അതും ഭയങ്കര റയർ തന്നെയാണ്. എന്താ വെച്ചാൽ ആ ഒരു സെക്ടർ തന്നെ പൊളിഞ്ഞു പോകുന്നത് വെച്ചാൽ നിങ്ങൾക്കറിയാം. ഇപ്പോൾ BNPL എന്ന് പറഞ്ഞൊരു സെക്ടർ വന്നതിന് ശേഷം ഭയങ്കര ലാഭത്തിലായിരുന്നു. അപ്പോൾ അത് നോർമലി ഒരു ക്രെഡിറ്റ് കാർഡ് ഫെസിലിറ്റിയിലേക്ക് അപ്ഗ്രേഡ് ആവാനോ അല്ലെങ്കിൽ ഒരു 1 ടൈം ക്രെഡിറ്റിലേക്ക് മാറാനാണ് ഭയങ്കര ചാൻസ് കൂടുതൽ. അപ്പോൾ നിങ്ങൾ യൂസർ ആണെങ്കിൽ ഇപ്പോൾ നോർമൽ പോലെ തന്നെ യൂസ് ചെയ്ത് പോവുക, ക്ലോസ് ചെയ്യേണ്ടതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മളതിൽ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ, വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. എന്തെങ്കിലും സംശയം കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ ഉണ്ടല്ലോ. അതുവരെ ബൈ.